വടകര കുഞ്ഞിപ്പള്ളിയിൽ ബസ് കണ്ടക്ടർക്ക് നേരെ ഒരു സംഘം ആളുകൾ ചേർന്ന് അതിക്രൂരമായ മർദ്ദനം. വിദ്യാർത്ഥിനികളെ ബസ്സിൽ സീറ്റിൽ ഇരുത്തിയില്ലെന്ന പരാതിയെ തുടർന്നാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് കണ്ടക്ടറായ സജാദിനെ ക്രൂരമായി തല്ലിച്ചതച്ചത്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച യാത്രക്കാരനായ യുവാവിനെയും ക്രൂരമായി മർദ്ദനമേറ്റു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുമായി സീറ്റിൽ ഇരിക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ് ഒടുവിൽ ക്രൂരമായ ആക്രമണത്തിൽ കലാശിച്ചത്. വൈകുന്നേരം 5 മണിക്ക് തലശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സിൽ കയറുന്ന വിദ്യാർത്ഥിനികൾക്ക് സീറ്റ് നൽകിയില്ലെന്നും കുട്ടികൾ നാട്ടിൽ പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വടകരയിൽ നിന്ന് കുഞ്ഞിപ്പള്ളിയിൽ ബസ് തിരിച്ചെത്തിയപ്പോൾ വലിയൊരാൾക്കൂട്ടം ബസ് തടഞ്ഞത്. ബസ്സിൽ CCTV ക്യാമറകൾ ഉള്ളതിനാൽ ആസൂത്രിതമായി കണ്ടക്ടർ സജാദിനെ ക്യാമറയുടെ പരിധിയിൽ വരാത്ത സ്ഥലത്തേക്ക് സംഘം തന്ത്രപൂർവ്വം വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് മൃഗീയമായ രീതിയിലായിരുന്നു മർദ്ദനം. ഇരുമ്പിന്റെ തടിച്ച തണ്ടുകൾ ഉപയോഗിച്ച് സജാദിനെ സംഘം വളഞ്ഞിട്ട് തല്ലി. പെൺകുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ആൾക്കൂട്ടത്തിൽ ഈ ആക്രമണം. 5 മണിക്ക് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുമ്പോൾ 3-4 കുട്ടികൾ സീറ്റിലിരിക്കും. 2 രൂപ തന്നെ ഞാൻ പറഞ്ഞു സ്വീകരിക്കൂല, നിങ്ങൾ മറ്റുള്ള കുട്ടികൾ കാര്യം പോലെ കയറിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പുറത്താക്കി. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും അതേപോലെ തന്നെ വന്നു. അപ്പോൾ അന്ന് ഞാൻ അവരോട് പറഞ്ഞ് മറ്റുള്ളവർ കാര്യം പോലെ കയറിക്കുമെന്നാണ് അവരിറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ആ ട്രിപ്പ് തിരിച്ച് വടകരെത്തി കുഞ്ഞിപ്പള്ളിക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു 10-50 ആള് നമ്മൾ വന്നിട്ട് എന്നോട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ നല്ലോണം എന്നെ പിടിച്ചു വെച്ച് തല്ലി. അതേപോലെ തന്നെ ഒരു ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് അടി കൂടി കുനിഞ്ഞിവിടെ കുത്തി. അത് കണ്ടിട്ട് ഇവൻ വീഡിയോ എടുക്കുമ്പോൾ ഇവനെയും കൂട്ടി പീടിയുടെ അപ്പുറം കൊണ്ടുപോയിട്ട് ഇവനെയും തച്ചാൽ. പിന്നെ മറ്റേ ഇന്നലെ ബലം പ്രയോഗിച്ചിട്ട് അവൻ്റെ മൊബൈൽ വാങ്ങിയിട്ട് അതിൽ നിന്നെല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് തിരിച്ചു കൊടുത്തു. ഇവൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സഹയാത്രക്കാരനായ ചോറോട് സ്വദേശി അഭിനവ് എന്ന യുവാവ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടെ ആക്രമികൾ യുവാവിന് നേരെ തിരിഞ്ഞു. അഭിനവിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും കൈവശമുണ്ടായിരുന്ന ഐഫോൺ ബലമായി പിടിച്ചു വാങ്ങി പ്രധാനപ്പെട്ട രേഖകളും മർദ്ദന ദൃശ്യങ്ങളും ക്ലൗഡ് ഹിസ്റ്ററി ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തു. ബസ്സിനകത്ത് കയറി ഇരുത്തി ഭീഷണിപ്പെടുത്തിയാണ് ഫോണിലെ വിവരങ്ങൾ ആക്രമികൾ പൂർണ്ണമായും തുടച്ചു നീക്കിയത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ വണ്ടിയിലുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരാദ്യം വണ്ടിയിൽ കുറേ ആൾക്കാർ അടിച്ചു കയറി വന്നിട്ട് ഇയാളോട് സംസാരിച്ച് ഫുള്ള് അപ്പോൾ അയാൾ വണ്ടി കയറിയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞാ ക്യാമറ എന്ന് പറയുന്നത് കേട്ട് ഞാനന്നേരം പാസഞ്ചേഴ്സ് എല്ലാം എല്ലാവരും ഇറങ്ങിയിട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നതാ. ഞാൻ വിചാരിച്ച് നമുക്കറിയാവുന്ന ഒരു കണ്ടക്ടറായത്, പരിചയക്കാരനാ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നിട്ട് നോക്കിയിട്ട് എന്നാ പ്രശ്നം നോക്കിയിട്ട് പോവാൻ. അപ്പോൾ ഇവരെല്ലാവരും ക്യാമറ എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഒരാൾ വിളിച്ചിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നാ. ഇങ്ങോട്ട് വാ, ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടുന്ന് സംസാരിക്കാമല്ലോ എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പുറത്തൊരു കടേൻ്റെ മുമ്പിലിട്ടിട്ട് ഇയാളെ എത്ര ആൾക്കാരാ ഒരു പട്ടീനെ അടിക്കും പോലെ അടിക്കുക എല്ലാവരും. അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പിന്നെ എന്നെ കൂട്ടം ചേർന്നിട്ട് എന്നെ അടിക്കുക, അതും അസഭ്യം പറഞ്ഞിട്ട് അടിക്കുക. ഇരുമ്പിന്റെ ദണ്ടെല്ലാം ഉപയോഗിച്ച് അടിക്കുമ്പോൾ ഒഴിഞ്ഞു മാറിയോണ്ട് തലക്ക് വേണ്ടി അടി കിട്ടിയില്ല. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എൻ്റെ മൊബൈലിൽ എൻ്റെ വേണ്ടപ്പെട്ട ഒരു കുറേ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതടക്കം ഇവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അതും എൻ്റെ ഐഫോണായിട്ട് ക്ലൗഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇവർ തരുന്നത്. അതും ഭീഷണിപ്പെടുത്തുക. അത് ബസ്സിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ഡിലീറ്റ് ആക്കിക്കുന്ന ഫുട്ടേജ് ഇവരെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് വെച്ച് ഇത്രയും വലിയ മർദ്ദനമുണ്ടായിട്ടും പോലീസുകാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു. 6 മണി മുതൽ 7 മണി വരെ അവിടെ കാത്തു നിന്നിട്ട് എന്നിട്ട് സ്റ്റേഷന്റെ മുന്നിൽ ഇത്ര ആള് കൂടിയിട്ടു SI പോലും പുറത്തു വന്നിക്കില്ല. ഒരു 1.25 മണിക്കൂർ പോലെ അവിടെ നിന്നിക്ക്. ഞങ്ങള് വടകര എന്നറിയും ഇങ്ങനെ ഒരു സംഭവം അവിടെ ആള് കാത്തു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോവാ സംഭവം നോക്കാതെ എന്നിട്ട് SIന്റെ മുന്നിൽ നിന്നായിട്ട് അയാൾ ഒരു പോലീസുകാരനും അവിടെ എത്തിയില്ല. അതവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ ഒരു പാർട്ടിയും കൊണ്ടാൾ വളർത്തുന്നതാണ്.